നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേങ്ങ ചേർക്കാത്ത സദ്യ സ്റ്റൈൽ വറുത്തരച്ച സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ. പോകാം റെസിപ്പിയിലോട്ട്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് പ്രഷർ കുക്കറിലോട്ട് ഒരു 1/4 കപ്പ് മസൂർ ദാൾ ഓറഞ്ച് പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് പരിപ്പോ തുവരപ്പരിപ്പോ വെച്ചിട്ട് സാമ്പാർ തയ്യാറാക്കാവുന്നതാണ്. ഇതിലോട്ട് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോൾ പുറത്തോട്ട് തൂകിപ്പോകാതിരിക്കാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സാമ്പാറിലോട്ടുള്ള സാമ്പാർ പൊടി ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് മല്ലി, മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക് എരിവുള്ളത് 8 എണ്ണം എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് കളറിനായിട്ട് 5 എണ്ണം, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇവ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക. സാമ്പാർ തയ്യാറാക്കാനുള്ള പാത്രം എടുക്കുക. ഇതിലോട്ട് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ കട്ട് ചെയ്തത്, 3 മുരിങ്ങാക്കോല്, 1 ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, ഇവയെല്ലാം അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള വലുപ്പത്തിൽ കട്ട് ചെയ്തത്, എരിവിനായിട്ട് 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ടു മീഡിയത്തിനിടയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഇവിടെ ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ച് മറ്റൊരു അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടുള്ള വെണ്ടക്കായും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 വെണ്ടക്കായും 2 ചെറിയ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ടുള്ള തക്കാളിയും വെണ്ടക്കായും ഈ ബാക്കി വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്തിട്ട് ഈ പരിപ്പ് നല്ലോണം തിളയ്ക്കണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പരിപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. പുളിവെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ചീശ ഒഴിച്ചു കൊടുത്തിട്ട് പുളി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ആ പുളിയുടെ പച്ചപ്പ് മാറി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൊടിയിലോട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സാമ്പാറിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഒരു തിളയ്ക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അരപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കായത്തിന്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നിങ്ങൾ കട്ടിക്കായാണ് ചേർക്കണേന്ന് വെച്ചാൽ നമ്മൾ മല്ലിയും മുളകൊക്കെ വറുക്കണ സമയത്ത് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. പൊടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ സാമ്പാറിലെ ഫ്ലേവർ കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കുക. ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് തയ്യാറാക്കാനായിട്ട് പാനിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി താളിപ്പ് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ഫ്ലേവറൊക്കെ കറിയിൽ അങ്ങനെ പിടിച്ചു കിട്ടാനായിട്ട്. സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായ സദ്യ സ്റ്റൈൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി മറ്റന്നാൾ വീണ്ടും ഉച്ചയ്ക്ക് 1:30 നമ്മുടെ വീഡിയോ കാണാം. അതുവരേക്കും താങ്ക് യു.